ഗൈസ് സമയം ഏകദേശം ഉച്ച ഒരു 12 മണിയൊക്കെ ആവുന്നു. എന്തായാലും നമ്മുടെ വീട്ടിൽ ഒരു കോഴിമുട്ടയും കുറച്ച് കാടമുട്ടയും ഇരിക്കുന്നുണ്ടുകൊണ്ട് അത് രണ്ടും കൂടെ നമുക്കൊരു കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു മുട്ട ബുർജി നമുക്ക് ഉണ്ടാക്കിയാലൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു. എന്തായാലും നമ്മൾ ഒട്ടും ടൈം വേസ്റ്റ് ഇല്ല, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. നമുക്ക് നേരെ അങ്ങ് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ നമ്മുടെ മുട്ട ബുർജി ഉണ്ടാക്കാനുള്ള നമ്മുടെ ഒരു കോഴിമുട്ടയും ബാക്കി കാടമുട്ടകളും നേടി ഇവിടെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട പച്ചക്കറികൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന 2 സവാള, 2 തക്കാളി, 1 ക്യാരറ്റ്, 3 പച്ചമുളക്. ഇനി നമുക്കിതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞൊന്ന് സെറ്റാക്കി എടുക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വെച്ചു. ചെറിയ ചെറിയ പീസാക്കി വേണം അരിഞ്ഞെടുക്കാൻ. കട്ട് ചെയ്ത് മൊത്തത്തിൽ ആ പുറത്തുള്ള തൊലിയൊക്കെ പൊളിച്ച് ഇതേപോലെ ചുരണ്ടിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നേടി ഇതേപടുത്തി കുനുകുനാന്ന് അരിഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മളിവിടെ എടുത്ത 2 സവാള നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി നമ്മുടെ ക്യാരറ്റ് എടുത്തിട്ട് ഇതേപോലെ നല്ലപോലെ ചുരണ്ടി ഒന്ന് വൃത്തിയാക്കണം. അങ്ങനെ ഈ ഒരു ക്യാരറ്റ് നമ്മൾ നല്ലപോലെ ചുരണ്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ക്യാരറ്റിൻ്റെ മണ്ടയിലത്തെ ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയാണ്. നമുക്കറിയാം ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ മിക്കതും എല്ലാം വിഷമൊക്കെ അടിച്ചാണ് വെളിയിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് നല്ലപോലെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതും കഴുകുന്നതൊക്കെ കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു ഇതേപോലുള്ള പോർഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതാണ്. അതിപ്പോൾ ചെയ്യുന്നവരാണെങ്കിലും അത് നല്ലത്, ചെയ്യാത്തവരാണെങ്കിൽ അത് ചെയ്യണം. എത്രയൊക്കെ കഴിയുമെന്ന് പറഞ്ഞാലും ആ ഒരു പോർഷനിൽ എന്തായാലും ഇച്ചിരിയെങ്കിലും ആ ഒരു വിഷാംശം എന്തെങ്കിലും കാണും. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാലത്ത് ജീവിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യം നമ്മൾ തന്നെ സേഫ് ആക്കണം. അങ്ങനെ നമ്മൾ എടുത്ത തക്കാളിയാണെങ്കിൽ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ കുനുകുനാന്ന് ചെറിയ ചെറിയ പീസാക്കി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആ ഒരു ക്യാരറ്റ് അരിഞ്ഞെടുക്കേണ്ടത്. ക്യാരറ്റ് നമ്മൾ മാക്സിമം എത്രത്തോളം ചെറിയ പീസാക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ചെറിയ പീസാക്കി എടുക്കണം. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റമായ നമ്മുടെ പച്ചമുളക്. ഇതുകൂടെ അരിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറിയുടെ പരിപാടിയെല്ലാം കഴിയും. അങ്ങനെ പച്ചമുളക് നമ്മൾ ഇതേപോലെ വട്ടത്തിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതേപോലെ നമ്മുടെ ആ ഒരു സവാള, തക്കാളി, ക്യാരറ്റ്, പച്ചമുളക് ഈ ഒരു പച്ചക്കറികളെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുട്ടയിലോട്ടുള്ള പരിപാടിയിലോട്ട് കിടക്കാം. നമ്മുടെ കയ്യിൽ വീട്ടിലുണ്ടായിരുന്ന അത്ര അനുസരിച്ചാണ് നമ്മൾ മുട്ട എടുത്തിരിക്കുന്നത്. നമ്മളതിൽ ഒരു കോഴിമുട്ട ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാടമുട്ടകളുടെ കൂടെ ഈ ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് നമുക്കൊരു ബുർജി ഉണ്ടാക്കാന്ന് വെച്ചത്. എന്തായാലും മുട്ട പൊട്ടിക്കുന്ന കാര്യത്തിൽ ആദ്യം തന്നെ നമ്മുടെ കോഴിമുട്ട പൊട്ടിച്ചപ്പോൾ നൈസായിട്ട് പൊട്ടിയായിരുന്നു. എന്തായാലും കാടമുട്ടയിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഷെല്ലിന് അധികം കട്ടിയില്ലെങ്കിലും അകത്തുള്ള ഒരു പാടയ്ക്ക് നല്ല കട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാടമുട്ട പൊട്ടിക്കുമ്പോൾ മിക്കതും ഇതേപോലെ കുളവായിട്ടൊക്കെയാണ് വരാറുള്ളത്. ഇങ്ങനെ പൊട്ടിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ തോടൊക്കെ പൊടിഞ്ഞ് നമ്മുടെ ആ ഒരു മുട്ടയിലേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ എത്ര കണ്ട് സൂക്ഷിച്ച് പൊട്ടിച്ചാലും നമ്മുടെ കാടമുട്ട ഇതേപോലെയൊക്കെ നമുക്ക് പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും കോഴിമുട്ട നന്നായിട്ട് പൊട്ടിച്ചെങ്കിലും കാടമുട്ട നമ്മളൊന്ന് തട്ടിമുട്ടിയൊക്കെ ആണെങ്കിലും പൊട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റായിട്ട് എടുത്ത് നമ്മുടെ കാടമുട്ടയെ നമ്മൾ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുപ്പ് കത്തിക്കാം. അങ്ങനെ അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അത്യാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. ഒഴിച്ച വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇതേപടുത്തി കുറച്ച് കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് അത്യാവശ്യത്തിന് ചൂടായി ഒന്ന് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പം നമുക്ക് 2 കതിര് കറിവേപ്പിലയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആ ഒരു കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ ആ ഒരു പച്ചക്കറി നമുക്ക് ഇതിലേക്ക് പെരി ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള, ക്യാരറ്റ്, തക്കാളി, പച്ചമുളക് ഇത് ഇത്രയും കൂടെ നമുക്ക് ഒരുമിച്ച് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കാം. എന്തായാലും നമ്മുടെ ആ ഒരു പച്ചക്കറി മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ മൊത്തത്തിലൊരു കളർഫുള്ളായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇനി നമുക്ക് വേണ്ട ഇതിൻ്റെ മസാലയാണ് മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിലെ ഉപ്പിനെ നമ്മൾ ആദ്യമേ അങ്ങ് തട്ടിക്കൊടുക്കുന്നതാണ്. ഇനി എന്തായാലും നമുക്ക് ഈ ഒരു ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് നേരം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വെക്കുവാണ് കുറച്ച് നേരം. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വട്ടം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചൊന്ന് വെക്കണം. നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്തൊന്ന് ഇളക്കി നോക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒന്നുകൂടെ നല്ലൊരു മിക്സിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുവാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു പച്ചക്കറികളെല്ലാം നമ്മുടെ ആ ഒരു പൊടിയിടാൻ പാകത്തിന് നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കാണിച്ച ആ പൊടികളെല്ലാം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ആ ഒരു പൊടികളെല്ലാം നമ്മളതിൽ ചേർത്തിട്ട് ഇപ്പം നല്ല പോലെ ആ ഒരു മസാലയുടെ മണം ഒന്ന് മാറുന്നവരെ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. അങ്ങനെ അതും ഒന്ന് ശരിയായി കഴിയുമ്പോൾ നമ്മുടെ മുട്ട പൊട്ടിച്ചവിടെ വെച്ചിരുന്നത് നമ്മൾ ഇതേപോലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇളക്കൽ നിർത്താനേ പാടില്ല. നല്ല പോലെ ഇത് നമുക്ക് എന്താ പറയുക, മുട്ടത്തോരൻ പോലെ ചിക്കി പൊരിച്ച് എടുക്കുന്ന പോലെ തന്നെ നമുക്കിതെടുക്കണം. എന്തായാലും നമ്മളത് നല്ല പോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്താലേ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലപോലെ ആ ഒരു നമ്മുടെ ആ ഒരു ഉദ്ദേശിച്ച സാധനത്തിലേക്ക് ഇത് എത്തത്തുള്ളൂ. നമ്മുടെ ആ ഒരു തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പോലും പെട്ടെന്നാണ് നമ്മുടെ ആ ഒരു മുട്ട അടുക്കി കയറി പിടിക്കുന്നത്. എന്തായാലും ഈ ഒരു പാട് നമ്മൾ നോർമൽ മുട്ടത്തോരൻ ഉണ്ടാക്കുമ്പോഴും ചെയ്യുന്നതാണ്. എന്തായാലും അത് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഇതിങ്ങനെ ഇളക്കി ആ പരുവം എത്തുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ കുറേ നേരത്തെ ഇളക്കിന് ശേഷം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് 2ാമത്തെ സ്റ്റെപ്പിലോട്ട് നമ്മുടെ ആ ഒരു മുട്ട കടന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പിലോട്ട് കടക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി വരുന്നത്. അങ്ങനത്തെ ഇപ്പോൾ നമ്മുടെ ആ ഒരു മുട്ട ബുർജി ഇപ്പോൾ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്കിനിയിപ്പോൾ തീ ആവശ്യമില്ല, നമുക്കിനിയിപ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി എന്തായാലും നമുക്ക് പ്ലേറ്റിലേക്ക് സാധനം കുറച്ച് കോരിയിട്ട് അങ്ങോട്ട് കഴിച്ചിട്ട് അങ്ങോട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. നമ്മൾ ആ ഒരു ഇട്ട കുരുമുളകിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. എന്തായാലും നമുക്കിനിപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം.
അങ്ങനെ ഗൈസ് നമുക്ക് കഴിക്കാനുള്ള മുട്ട ബുർജി എന്ന് വെച്ച് മുട്ട തോരൻ എന്നൊക്കെ പറയാം. എന്തായാലും നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. കാണാൻ തന്നെ മണവും അടിപൊളി സാധനം. എന്തായാലും കുരുമുളകിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ കാടമുട്ടയും കോഴിമുട്ടയും എന്തായാലും 2 മുട്ടയും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ട്രൈ അടിച്ച് നോക്കിയതാണ്. എന്തായാലും നമുക്ക് ടേസ്റ്റിൽ എന്തെങ്കിലും 2 മുട്ടയിൽ എന്തെങ്കിലും വ്യത്യാസം നമുക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഇത് കാണുമ്പോൾ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, ഇനി കഴിക്കുക തന്നെ. എന്തായാലും തന്നെ നമുക്ക് ക്യാരറ്റ് കിടക്കുന്നുണ്ടോ, ഇങ്ങനെ കുറച്ചെടുത്തേക്കാം, കഴിക്കാം. അടിപൊളി, ഒന്നും പറയാനില്ല. പിന്നെ അങ്ങ് കഴിക്കുക. നല്ല രസമുണ്ട് കേട്ടോ, ക്യാരറ്റൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല തിന്നുമ്പോൾ എനിക്ക് ആദ്യം മറ്റേ തേങ്ങ നമ്മൾ മറ്റേ ചിലവുമ്പം കുറച്ചെടുത്ത് തിന്നത്തില്ലേ, അതേപോലെ ഫീലുണ്ട്. എന്നാലും മുട്ടയുടെ വ്യത്യാസമൊന്നും പ്രത്യേകിച്ചില്ല. രണ്ടും ഏകദേശം ഒരു മുട്ട വെച്ച് തന്നെ ഇട്ട പോലെ തന്നെ ഇരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു മുട്ട പോലെ വെച്ച് ചെയ്ത പോലെ ഇരിക്കുന്നു. വ്യത്യാസം വേറെ ഒന്നുമില്ല. പിന്നെ നല്ല കുരുമുളകും എല്ലാത്തിൻ്റെയും കൂടെ മസാലയുടെ എല്ലാം കൂടെ ടേസ്റ്റ് എടുത്തറിയാനുണ്ട്. നല്ല പോലെ പൊളി സാധനം കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ സെറ്റാ സാധനം. ഇപ്പോൾ ജസ്റ്റ് ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കഴിച്ച് കാണിക്കുന്നതാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുവാണെങ്കിൽ ഒന്നും അറിയണ്ട, ഒരു പ്ലേറ്റ് ചോറ് എന്തായാലും കാലിയാവും. അടിപൊളി. വേണ്ട ക്യാരറ്റും എനിക്ക് ഇഷ്ടം കേട്ടോ. കൊള്ളാം. എന്തായാലും നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കോഴിമുട്ടയും കുറച്ച് കാടമുട്ടയും ഒക്കെ വാങ്ങിച്ച് ഒന്ന് വെച്ച് നോക്കുക. അടിപൊളിയായിരിക്കും സംഭവം. ഒരു വെറൈറ്റിയൊക്കെ വേണ്ട. എന്തായാലും വേണമെങ്കിൽ താറാമുട്ട ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കുക. മൊത്തത്തിലൊരു മിക്സ് ആവട്ടെ. അടിപൊളി ടേസ്റ്റ് ആവട്ടോ. എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഞാൻ തിന്നട്ടെ.